EFL കപ്പിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നാണം കെട്ട തോൽവി. രണ്ടാം റൗണ്ട് മത്സരത്തിൽ ലീഗ് 2 ടീമായ ഗ്രിംസ്ബി ടൗൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 2-2 സമനിലയിൽ തളച്ച ശേഷം ആവേശകരമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 12-11 ഞെട്ടിക്കുന്ന വിജയം നേടി. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗ്രിംസ്ബി വെർണത്തിന്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാഡമി താരമായ വാറന്റെയും ഗോളുകളിലൂടെ 2-0 മുന്നിലെത്തി. രണ്ടാം പകുതിയിൽ യുണൈറ്റഡ് തിരിച്ചു വന്നു. 75 മിനിറ്റിൽ എംബുമയും 89 മിനിറ്റിൽ മഗ്വയറും ഗോളുകൾ നേടി യുണൈറ്റഡ് സമനില പിടിച്ചു. തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക്. 26 ഷോട്ടുകളുള്ള പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഗ്രിംസ്ബി ഗോൾ കീപ്പർ ക്രിസ്റ്റി പിം കുഞ്ഞയുടെ ഷോട്ട് തടുത്തു. എംബുമയുടെ 13ാം ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിയതോടെ ഗ്രിംസ്ബി വിജയം പിടിച്ചെടുത്ത് മൂന്നാം റൗണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിൽ 70% ബോൾ പൊസിഷൻ യുണൈറ്റഡിനായിരുന്നു. ആകെ 28 ഷോട്ടുകൾ തൊടുത്ത യുണൈറ്റഡിന്റെ 9 ഷോട്ടുകളാണ് ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത്. 1947-48 ശേഷം യുണൈറ്റഡിനെതിരായ ഗ്രിംസ്ബിയുടെ ആദ്യ വിജയമാണിത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന്. യുണൈറ്റഡിന്റെ നിരാശാജനകമായ സീസൺ തുടക്കം പരിശീലകൻ റൂബൻ അമോറിമിന് കൂടുതൽ സമ്മർദ്ദം നൽകുകയാണ്. സീസണിൽ ഇതുവരെ വിജയം കണ്ടെത്താൻ യുണൈറ്റഡിനായിട്ടില്ല. പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരത്തിൽ ആഴ്സണലിനോട് പരാജയപ്പെട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടാം മത്സരത്തിൽ ഫുൾഹാമിനോട് സമനിലയിൽ പിരിയുകയായിരുന്നു. ഓഗസ്റ്റ് 30 ബേൺലിക്കെതിരായാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.